ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ, നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സിൽ അത്യാവശ്യം ധൈര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാന്ന്. ഇപ്പൊ എനിക്കൊന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ഓക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പറയേണ്ട കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയുന്നുണ്ടാവും. ഇപ്പൊ മലയാളം മീഡിയം സ്കൂളിലെ കുട്ടികളാണെങ്കിൽ എന്തായിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ കാണുമ്പോൾ അതുപോലെ പറയണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ സെന്റൻസ് അയ്യോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കളിയാക്കുവോ, കളിയാക്കുകയാണെങ്കിൽ ഓ അവളൊരു മദാമ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഓ അവനൊരു സായിപ്പ് വന്നേക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ പേര് മടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലെ പറയാനായിട്ട്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പഠിച്ചു കഴിയുകയും ചെയ്യണം, അതേപോലെ അത് യൂസ് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ മിസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ പറയാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ്, അതായത് ചെറിയ കുഞ്ഞു ഇംഗ്ലീഷ് സെന്റൻസസ്, അതായത് റിക്വസ്റ്റ് ആയിരിക്കാം, ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കളെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മക്കളെ, നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കമന്റ് കാണാം. ഓക്കെ, ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പിൽ കിട്ടും കേട്ടോ. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ആണത്. സോ നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ക്ലാസ്സിന്റെ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പ് തന്നെ കിട്ടുന്നതാണ്. സോ നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് ലൈക്ക് ചെയ്യണം. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമന്റും ഒക്കെ നിങ്ങൾ പറയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെടാ, സോ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇംഗ്ലീഷ് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. അന്നേരത്ത് എന്താ, റിക്വസ്റ്റിംഗ് ടീച്ചേഴ്സ് അറ്റൻഷൻ അല്ലെ. റിക്വസ്റ്റിംഗ് ടീച്ചേഴ്സ് അറ്റൻഷൻ, ടീച്ചറിന്റെ അറ്റൻഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ടീച്ചറോട് പറയാനുണ്ട്, ആ സമയം നമുക്ക് എന്തൊക്കെ ഡയലോഗ് പറയാം എന്ന് നോക്കിടാ. യെസ്, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എക്സ്ക്യൂസ് മീ ടീച്ചർ. എന്ത് പറയാം, എക്സ്ക്യൂസ് മീ ടീച്ചർ അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചറുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്, ടീച്ചർ അവിടെ വേറെ ആരുടെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. അപ്പം അതിന്റെ മാനേഴ്സ്, ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുന്നത് മാത്രമല്ല, നമുക്ക് ക്ലാസ് റൂമിൽ കുറച്ച് മാനേഴ്സ് വേണം. ഓക്കെ, വെറുതെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ല. നമ്മൾ ഇനി വളർന്ന് വലുതാവുന്ന കുട്ടികളല്ലേ. സോ നമുക്ക് കുറച്ച് മാനേഴ്സ് വേണം. സോ നമ്മൾ ക്ലാസ് റൂമിൽ പാലിക്കേണ്ട കുറച്ച് മാനേഴ്സ് കൂടെ കേട്ടോ ഈ പറയുന്നത്. ഒന്നെന്താണ്ടാ, എക്സ്ക്യൂസ് മീ ടീച്ചർ അല്ലെ. ടീച്ചറിന്റെ അടുത്ത് എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാം. നെക്സ്റ്റ്, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ അല്ലെ. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്, മിസ് പറഞ്ഞത് മനസ്സിലായില്ല, അപ്പൊ ഒന്നും കൂടെ മിസ്സിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാണെങ്കിൽ എക്സ്ക്യൂസ് മീ മിസ്, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. എന്താണ് മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് മിസ്സേ. ദെൻ ക്യാൻ ഐ ടോക്ക് ടു യു, എനിക്ക് താങ്കളോട് സംസാരിക്കാമോ. ക്യാൻ ഐ ടോക്ക് ടു യു അല്ലെ. ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ മൊമെന്റ്, എനിക്കൊരു നിമിഷം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമോ. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കട്ടോ, ക്യാൻ ഐ ടോക്ക് ടു യു, നിന്റെ അടുത്ത് സംസാരിക്കാമോ. നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൂ. പിന്നെ ടീച്ചർ ഐ നീഡ് ഹെൽപ്പ്, കണ്ടോ, ടീച്ചർ ഐ നീഡ് ഹെൽപ്പ്, ടീച്ചർ എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറയാണ്. പിന്നെ മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു, ഇത് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു എന്ന് പറഞ്ഞാൽ എനിക്ക് മിസ്സിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ടീച്ചറുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളതാണ്. മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു അല്ലെ. ടീച്ചർ മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു, എനിക്ക് ടീച്ചറിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് നോക്കിടാം, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പിയേഴ്സ്. എന്താണ് ഈ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഓക്കെ, നമ്മുടെ കൂടെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുന്നത്. സോ നോക്കിയിട്ട് അവരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാം അല്ലെ. എങ്ങനെയാണ്, മേ ഐ ബോറോ യുവർ പെൻസിൽ, മേ ഐ ബോറോ യുവർ പെൻസിൽ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ പെൻസിൽ ഇങ്ങനെ അതിന് കൂർപ്പ് പൊട്ടിപ്പോയി, അതിന്റെ മൊന പൊട്ടിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇന്ന് പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, മേ ഐ ബോറോ യുവർ പെൻസിൽ, നിന്റെ പെൻസിൽ ഒന്ന് എനിക്ക് തരാമോ, നിന്റെ പെൻസിൽ ഒന്ന് എനിക്ക് തരാമോ. അല്ലെങ്കിൽ മേ ഐ ബോറോ യുവർ റൂളർ അല്ലെങ്കിൽ സ്കെയിൽ അല്ലെ. മേ ഐ ബോറോ യുവർ റൂളർ, സ്കെയിൽ എന്ന് ചോദിക്കാം. ദെൻ ക്യാൻ ഐ വർക്ക് വിത്ത് യു, ഞാനും നിന്റെ കൂടെ വർക്ക് ചെയ്യട്ടെ. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യാണ്, അപ്പം ആ കുട്ടിയുടെ കൂടെ നിങ്ങൾക്കും ഹോംവർക്ക് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, മേ ഐ വർക്ക് വിത്ത് യു, ഞാനും നിന്റെ കൂടെ വർക്ക് ചെയ്യട്ടെ. ക്യാൻ ഐ വർക്ക് വിത്ത് യു. ക്യാൻ ഐ ജോയിൻ യുവർ ഗ്രൂപ്പ്, ഞാൻ നിന്റെ ഗ്രൂപ്പിനെ ജോയിൻ ചെയ്തോട്ടെ അല്ലെ. നിങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം,
ക്യാൻ ഐ ജോയിൻ യുവർ ഗ്രൂപ്പ് എന്ന് ചോദിക്കാം. എക്സ്ക്യൂസ് മീ പ്ലീസ്, അത് മിസ് ഓൾറെഡി പറഞ്ഞു അല്ലേ. എക്സ്ക്യൂസ് മീ പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇടാ, അതായത് ഒരുപാട് പേര് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളില്ല, വേറെ ബാക്കിയുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഇടിച്ചു കയറി സംസാരിക്കാറ് എക്സ്ക്യൂസ് മീ, ഓക്കെ ഐ ഹാവ് സംതിങ് ടു ടെൽ യു. എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കൂ അല്ലേ. ഐ ഹാവ് ഗോട്ട് സംതിങ് ടു ടെൽ യു, എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ സോറി ഇസ് ദ സീറ്റ് ടേക്കൺ. ഓക്കെ, നിങ്ങൾ വന്നു, ഓക്കെ നിങ്ങളിപ്പോ ബസ്സിൽ, സ്കൂൾ ബസ്സിലൊക്കെ കയറുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത് അവിടെ സീറ്റ് ഒഴിവുണ്ടോ എന്ന് ചോദിക്കാൻ സോറി ഇസ് ദ സീറ്റ് ടേക്കൺ. ഈ സീറ്റ് ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, ഈ സീറ്റിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. എക്സ്ക്യൂസ് മീ ഇസ് ദിസ് സീറ്റ് ഓൾറെഡി ടേക്കൺ, ഈ സീറ്റിൽ ഓൾറെഡി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്ലാസ്, അതുപോലെ തന്നെ ക്ലാസ് റൂമിലുള്ള വേറെ പാർട്ടിസിപ്പേഷൻ ആണ്. ക്യാൻ ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ, മിസ്സേ ഞാൻ ആൻസർ പറഞ്ഞോട്ടെ എന്ന് പറയില്ലേ, മിസ്സേ ഞാൻ പറയട്ടെ, മിസ്സേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ചോദിക്കൂലേ, അതേപോലെ തന്നെ ക്യാൻ ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ, ഞാൻ പറയട്ടെ ആൻസർ, ക്യാൻ ഐ ആൻസർ ദി ക്വസ്റ്റ്യൻ, ക്യാൻ ഐ ആൻസർ ദി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, മേ ഐ ഷെയർ എൻ ഐഡിയ, മിസ്സേ എനിക്കൊരു ഐഡിയ കിട്ടി, മിസ്സേ എനിക്കൊരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞേ. മിസ് മേ ഐ ഷെയർ എൻ ഐഡിയ ചോദിക്കാം അല്ലേ. മിസ് മേ ഐ ഷെയർ എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടെ. പിന്നെ ഐ ഡിസ്അഗ്രി റെസ്പെക്ട്ഫുള്ളി, ഐ ഡിസ്അഗ്രി ഞാൻ അതിനോട് വിയോജിക്കുന്നു, എനിക്ക് മിസ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല, ഇല്ല മിസ് മിസ് പറഞ്ഞതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാന് എന്താ മിസ് ഐ ഡിസ്അഗ്രി റെസ്പെക്ട്ഫുള്ളി, കണ്ടോ ബഹുമാനത്തോടെയാണ് കേട്ടോ. പിന്നെ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാമോ അല്ലെ, ആവർത്തിക്കാമോ, ഒന്നും കൂടെ പറയോ. അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, മിസ് പഠിപ്പിച്ച സാധനം മനസ്സിലായില്ല, അപ്പൊ പറയാം മിസ് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് അല്ലെ, മിസ് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എന്ന് ചോദിക്കാം. മിസ് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്. ദെൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അയ്യോ എനിക്ക് മനസ്സിലായില്ല, മിസ് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്. അപ്പൊ മിസ് പറഞ്ഞുതരും. അപ്പം എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എന്ത് പറയാം, മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ മിസ് താങ്ക് യു എന്ന് പറയാം അല്ലെ, ഓക്കെ മിസ് താങ്ക് യു എന്ന് പറയാം. അല്ലെങ്കിലോ മിസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, മിസ് എനിക്ക് മനസ്സിലാവുന്നില്ല, മിസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെടാ, നെക്സ്റ്റ് ഇനി ക്ലാസ് റൂം എറ്റിക്കറ്റ് ആണ്. എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പാലിക്കേണ്ട ചില റൂൾസ് ആണ്, കുറച്ച് നിയമങ്ങളാണ്. സോ നിങ്ങൾ ക്ലാസ്സിന് പുറത്ത് പോയിട്ട് ഇങ്ങനെ വരികയാണ്, അപ്പൊ ക്ലാസ് ടീച്ചർ അവിടെ നിൽക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നും ചോദിക്കേണ്ട ഇങ്ങനെ കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പൊ ടീച്ചർക്ക് ദേഷ്യം പിടിക്കും അല്ലേ, അതെന്താ ഞാൻ ഒരാൾ ഇവിടെ നിന്നിട്ട് എന്നോടൊന്നും ചോദിക്കേണ്ട കയറി ചെല്ലുകയാണോ ചെയ്യുന്നത്, അത് മോശമാണ്, അത് മര്യാദയല്ല. പകരം നിങ്ങൾ ക്ലാസ് കയറാൻ നേരം എന്ത് ചോദിക്കണം, മിസ് മേ ഐ കം ഇൻ അല്ല, എന്താണ് മിസ് മേ ഐ കം ഇൻ, മിസ് ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ, മിസ് മേ ഐ കം ഇൻ എന്ന് ചോദിക്കാം. ദെൻ ക്യാൻ ഐ ഹാവ് സം വാട്ടർ, ക്യാൻ ഐ ഹാവ് സം വാട്ടർ ആരോടെങ്കിലും ചോദിക്കാം അല്ലെ, വെള്ളത്തിന്റെ ആയിച്ചിരിക്കാൻ നമ്മുടെ ബോട്ടിലിലെ വെള്ളം തീർന്നു പോയിക്കാൻ നമുക്ക് പറയാം മിസ്, അല്ലെങ്കിൽ ആരെന്തെങ്കിലും ചോദിക്കാം അല്ലെ, ക്യാൻ ഐ ഹാവ് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, ക്യാൻ ഐ ഹാവ് സം വാട്ടർ. അത് വീട്ടിലും ചോദിക്കട്ടെ, അമ്മേനടുത്ത് ചോദിക്കാം, ക്യാൻ ഐ ഹാവ് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ. ദെൻ മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ്, എന്താണ് നമ്മൾ ടോയ്ലറ്റിൽ പോവാണ് അല്ലേ, അപ്പൊ ക്ലാസ്സിൽ നിന്ന് ഇതേപോലെ തന്നെ കയറി വരുമ്പോൾ മേ ഐ കം ഇൻ ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളിപ്പോ ടോയ്ലറ്റിലേക്ക് പോവാനാണെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് എന്ത് ചോദിക്കണം, മിസ് മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ്, ഞാൻ ടോയ്ലറ്റ് പോയിക്കോട്ടെ, മിസ് മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ്. അതൊക്കെ ഒരു മര്യാദയാണ് കേട്ടോ, അതൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വെറുതെ ഇത് വായിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല, ഇത് ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ദെൻ മേ ഐ ഷാർപ്പൻ മൈ പെൻസിൽ അല്ലെ, ഞാൻ പെൻസിൽ കൂർപ്പിക്കട്ടെ, കാരണം പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഇതിന്റെ ആ പൊടി ഉണ്ടാവും, ഇത് കളയാൻ വേണ്ടി ഡസ്റ്റ്ബിനിലേക്ക് ഇങ്ങനെ ഒരു നടത്തം നടക്കാനുണ്ട് അല്ലെ, അപ്പൊ വെറുതെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ടീച്ചറുടെ ചീത്ത വെക്കും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാ, മിസ് മേ ഷാർപ്പൻ മൈ പെൻസിൽ, ഞാൻ പെൻസിൽ ഷാർപ്പൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ കൂർപ്പിക്കാം. പിന്നെ is it recess or time for lunch, എന്താണ് റിസസ് എന്ന് പറഞ്ഞാൽ ഇന്റർവെലിനാണ് കേട്ടോ. റിസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർവെൽ ഇല്ലേ, യെസ് നമുക്ക് സ്കൂളിൽ ഇന്റർവെൽ ഉണ്ടാവല്ലോ, ആ ഇന്റർവെലിനാണ് റിസസ് എന്ന് പറയുന്നത്. is it recess or time for lunch, ലഞ്ചിന് ടൈം ആയോ എന്ന് ചോദിക്കാം. ദെൻ ഇനി ഗ്രീറ്റിംഗ്സ് ആണ്, ഇതൊക്കെ നമ്മൾ പൊതുവെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഗ്രീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഹായ് ഹലോ പറയുന്നതാണ് കേട്ടോ. ഹലോ ഹൗ ആർ യു ടുഡേ, എന്തൊക്കെയുണ്ട് വിശേഷം, ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കില്ലേ, അതാണ് കേട്ടോ ഹലോ ഹൗ ആർ യു ടുഡേ. ഇന്ന് നിനക്ക് എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ചോദിക്കണം. ഹായ് നൈസ് ടു മീറ്റ് യു, ഹായ് ഇന്നെ കണ്ടതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇനി എപ്പോഴൊക്കെയാണ് ഗുഡ് മോർണിംഗ് എപ്പോഴാ പറയാ, നമ്മൾ രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച 12 മണി വരെയുള്ള സമയത്തിന്, ഓക്കെ ഉച്ച നമ്മൾ എത്ര മണി വരെ ഇടാം, ഒരു 12 മണി വരെയുള്ള സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഗുഡ് മോർണിംഗ് പറയാം. അല്ലെങ്കിൽ 11:59 വരെ ഗുഡ് മോർണിംഗ് പറയാം. അതിനുശേഷം
12 തൊട്ടിട്ട് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ ആണ് പറയുന്നത്. 12 തൊട്ട് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. പിന്നെ ഒരു വൈകുന്നേരം ഒരു 3:30-4 മണി, ഓക്കെ, 3:30-4 മണിക്ക് ശേഷം നമ്മൾ ഗുഡ് ഈവനിങ് എന്നാണ് പറയാം. ഗുഡ് ഈവനിങ് എന്നാണ് പറയാം. ഇപ്പൊ നിങ്ങൾ രാത്രി 10 മണിക്ക് ഒരാളെ കണ്ടു വിചാരിക്കുക. രാത്രി 10 മണിക്ക് ഒരാളെ കണ്ടു, ഓക്കെ, 10 മണിക്ക് ഒരാളെ കണ്ടു. ആ സമയത്തും നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്, നമ്മൾ വിചാരിക്കും രാത്രിയായി എന്നാൽ ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിക്കും. പക്ഷെ ഗുഡ് നൈറ്റ് പറയരുത്. എന്താണ്, ഗുഡ് ഈവനിങ് തന്നെയാണ് പറയാ. രാത്രി 10 മണിക്ക്, അതായത് ആ ഒരു മനുഷ്യനെ നിങ്ങൾ ആ സമയത്ത് ആദ്യമായിട്ട് കാണാണ്. ഇപ്പം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങളുടെ ഒരു റിലേറ്റീവ്, ഓക്കെ, നിങ്ങളൊരു പരിപാടിക്ക് പോയി നിങ്ങളുടെ റിലേറ്റീവ് നിങ്ങൾ രാത്രി 10 മണിക്ക് കാണാണ്. അപ്പൊ പോയിട്ട് അയ്യോ എന്നാൽ രാത്രി ആയതല്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞ് സംസാരിക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അവരെ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയണം, ഹായ് ഗുഡ് ഈവനിങ് എന്ന് പറയണം. എന്താണ്, ഗുഡ് ഈവനിങ്. മിസ് ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് രാത്രി 7:30 8 മണിക്കൊക്കെ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്, ഹലോ ഗുഡ് ഈവനിങ് എന്നല്ല പറയുന്നത്. അപ്പൊ ഗുഡ് ഈവനിങ് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരൂലേ, അതായത് അയാളടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഗുഡ് നൈറ്റ് പറയാം. തിരിച്ചു പോരുമ്പോഴാണ് ഗുഡ് നൈറ്റ് പറയാം. അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യരുത്, ആദ്യം ഗുഡ് നൈറ്റ്, ഹായ് ഹലോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങരുത്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് തുടങ്ങണം കേട്ടോ. പിന്നെ ഹായ്, ഐ ആം, നൈസ് ടു മീറ്റ് യു അല്ലെ. ഐ ആം, ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഐ ആം വർണിത, ഹായ് ഐ ആം വർണിത, നൈസ് ടു മീറ്റ് യു അല്ലെ. ആദ്യം മിസ് ക്ലാസ് കയറി വന്ന സമയത്ത് ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപ്പോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വർണിത മിസ് ആണെന്ന് പറയുന്നില്ലേ. സോ അതേപോലെ നിങ്ങൾക്ക് എന്ത് പറയാം, ഹായ് ആം വർണിത, നൈസ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ സന്തോഷം, അങ്ങനെ പറയാം. പിന്നെ നെക്സ്റ്റ് നോക്കിയിട്ട് ഷോ ഇൻ അപ്രിസിയേഷൻ, അതായത് ഒരാളുടെ അടുത്തല്ലേ ഒരാൾക്ക് എന്തെങ്കിലും നല്ല അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടായി, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ അപ്രിഷിയേറ്റ് ചെയ്യാം. അയാളുടെ അടുത്ത് കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടി എന്ത് ചെയ്യാം, അല്ലേ, താങ്ക് യു സോ മച്ച്. അതായത് നിങ്ങളടുത്ത് ഒരാളെ അപ്രിസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താങ്ക് യു സോ മച്ച്. അല്ലെ, ഒരാൾ നിങ്ങളെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിനന്ദിച്ചു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് പറയാം. അല്ലെങ്കിൽ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ, എന്നെ സഹായിച്ചതിന് താങ്ക് യു പറയാം. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, അല്ലെ, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നീ ചെയ്തത് ഒരുപാട്, അയ്യോ നീ വലിയ ഉപകാരമാണ് ചെയ്തതെന്ന് പറയില്ല, അതാണ് കേട്ടോ. പിന്നെ ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ ഹെൽപ്പ്, നീ ചെയ്തെന്ന ആ ഒരു സഹായത്തിന് ഒരുപാട് നന്ദി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ആസ്കിങ് പെർമിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേ ഐ കം ഇൻ, അല്ലെങ്കിൽ മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് ഒക്കെ പെർമിഷനിൽ വരുന്നതാണ് കേട്ടോ. മേ ഐ ബോറോ യുവർ പെൻസിൽ, ക്യാൻ ഐ പ്ലേ വിത്ത് യു, ഞാൻ നിന്റെ കൂടെ കളിക്കട്ടെ. പിന്നെ എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഫസ്റ്റ്, എക്സ്ക്യൂസ് മീ മേ ഐ ഗോ ഫസ്റ്റ്, അല്ലെ, നമ്മൾ ഒരാളടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ ഞാൻ ആദ്യം പോയിക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ, നമ്മൾ എക്സ്ക്യൂസ് ചെയ്യാൻ വേണ്ടി പറയാണ് മേ ഐ ഗോ ഫസ്റ്റ്, ഞാൻ ആദ്യം പോയിക്കോട്ടെ. പിന്നെ ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ജോയിൻ, ഓക്കെ ഞാൻ നിങ്ങളെ കൂടെ കൂടിക്കോട്ടെ. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ജോയിൻ ഇൻ, ഓക്കെ. അടുത്തത് അപ്പോളജൈസിങ്. അപ്പോളജൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോറി പറയുന്നതിന് കേട്ടോ. അപ്പോളജൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി പറയാന്നുള്ളതാണ്. ഓക്കെ, സോറി പറയുന്നത് എങ്ങനെയൊക്കെയാന്ന്, എടാ നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്തിട്ടോ നിങ്ങളൊരു കാര്യം പറഞ്ഞതിന് ശേഷം ഒരാൾക്ക് ഭയങ്കര സങ്കടമായി എന്ന് വിചാരിക്കുക. അത് ക്ലാസ് റൂമിലോ ബസ്സിലോ സിറ്റിയിലോ ടൗണിലോ വീട്ടിലോ എവിടെയോ ആയിക്കോട്ടെ, തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ സോറി പറയണം കേട്ടോ. അത് ആരാണെന്നുണ്ടെങ്കിലും സോറി പറയണം. അപ്പൊ അത് ആ സോറി പറയാന്നുള്ളത് ഒരു ശീലാക്കണം കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി പറയാന്നുള്ളത് ഭയങ്കര ശീലാക്കി മാറ്റണം. അല്ലാതെ ഓക്കെ അത് അവര് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിക്കരുത്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സോറി പറയാം. ചിലപ്പോൾ ആ സോറി പറയാത്തത് കാരണം മറ്റേ ആൾക്ക് നമ്മുടെ അടുത്ത് ദേഷ്യം വരും. അപ്പൊ അത് ചെയ്യരുത്. സോറി പറയാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ നോക്കിടാ, സോറി ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, അയ്യോ സോറി ഞാനൊരു മിസ്റ്റേക്ക്, അല്ലേ, മിസ്റ്റേക്സ് ഒക്കെ മനുഷ്യന്മാരല്ലടാ, എല്ലാവർക്കും മിസ്റ്റേക്ക് വരും. ഐ അപ്പോളജൈസ് ഫോർ ഹേർട്ടിങ് യുവർ ഫീലിങ്സ്, കണ്ടോ, ഐ അപ്പോളജൈസ് ഫോർ ഹേർട്ടിങ് യുവർ ഫീലിങ്സ്. സോ അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി പറയാന്നുള്ളതാണ്. ഐ അപ്പോളജൈസ് ഫോർ ഹേർട്ടിങ് യുവർ ഫീലിങ്സ്, താങ്കളുടെ എടാ നിനക്ക് ഹേർട്ട് ആയെങ്കിൽ സോറി എന്ന് പറയില്ലേ, ഓക്കെ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ അപ്പോളജൈസ് ഫോർ ഹേർട്ടിങ് യുവർ ഫീലിംഗ്. എക്സ്ക്യൂസ് മീ മൈ മിസ്റ്റേക്ക്, ഓക്കെ എക്സ്ക്യൂസ് മീ എന്റെ തെറ്റാണ്. അടുത്തത് സോറി ഐ ബംപ്ഡ് ഇൻ ടു യു, സോറി ഐ ബംപ്ഡ് ഇൻ ടു യു എന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ കയറി സംസാരിച്ചു എന്ന് പറയില്ലേ, അതിനാണ് സോറി ഐ ബംപ്ഡ് ഇൻ ടു യു. അയ്യോ സോറി ഞാൻ നിങ്ങളുടെ ഇടയിൽ കയറി സംസാരിച്ചു, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് വന്നു. സോ സോറി ഐ ബംപ്ഡ് ഇൻ ടു യു. ദെൻ ഷോയിങ് റെസ്പെക്ട്, വേറൊരാളുടെ അടുത്ത് റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയുള്ളതോ, യെസ് പ്ലീസ് താങ്ക് യു, അല്ലെ, നമ്മള് യെസ് പ്ലീസ് താങ്ക് യു, ഒരാൾ നമുക്ക് അല്ലെ നമ്മുടെ ടീച്ചറോ പേരൻസ് ഒക്കെ ഒരു ഉപകാരം ചെയ്താൽ താങ്ക് യു പറയാം. നോ താങ്ക് യു ഐ എം ഫൈൻ, ആവശ്യമില്ല, നമുക്ക് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഒരു സ്നാക്ക് ഒക്കെ ചോദിച്ചു, നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്തോ അല്ലെ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഭക്ഷണം വേണോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വേണ്ടാന്ന് പറയണം കേട്ടോ, വാങ്ങി കഴിക്കാൻ നിൽക്കരുതേ, കാരണം നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാണ്. ട്രെയിനിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, എല്ലാരും എന്നല്ല
ഒരുപാട് നല്ല പേരുണ്ട്, പക്ഷെ എന്താണ് കുറച്ച് മോശം ആൾക്കാരുണ്ടാവും. സോ അവരെന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഫുഡിൻ്റെ അകത്ത് എന്തെങ്കിലും കെമിക്കലൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചാൽ ഉറങ്ങിപ്പോവും. അപ്പം ട്രെയിനിൽ നിന്ന് ഒട്ടും പരിചയമില്ലാത്ത ആരെങ്കിലൊക്കെ നമുക്ക് ഫുഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാ, സോറി, ഓക്കെ, സോറി, നോ താങ്ക് യു, ഓക്കെ എന്ത് പറയാ, നോ താങ്ക് യു, ഐ എം ഫൈൻ, ഓക്കെ എനിക്ക് വേണ്ട, കുഴപ്പമില്ല. അത് നോ താങ്ക് യു, ഐ എം ഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വേണ്ടാന്നും പറഞ്ഞു താങ്ക് യു അല്ലെ, ചോദിച്ചതിന് നന്ദിയുണ്ട്, ഐ എം ഫൈൻ, എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് മതി എന്നുള്ളതാണ് കേട്ടോ. ദെൻ പ്ലീസ് പാസ് ദ ബുക്ക്, ആ ബുക്ക് ഒന്ന് പ്ലീസ് പാസ് ദ ബുക്ക്, ആ ബുക്ക് ഒന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചു തരുമോ ചോദിക്കണേ. പിന്നെ യു ആർ വെൽക്കം, താങ്ക് യു അല്ലെ, യു ആർ വെൽക്കം, താങ്ക് യു. അതുപോലെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാവാം. ദാറ്റ്സ് ഓക്കെ, നോ വെറീസ് എന്ന് പറഞ്ഞാൽ ആരെ നിങ്ങളത് ചോദിക്കണം, എടാ നിനക്ക് ബുദ്ധിമുട്ടായോ, ഞാൻ ചെയ്തത് നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് വെച്ചാൽ ദാറ്റ്സ് ഓക്കെ, നോ വെറീസ്, കുഴപ്പമൊന്നുമില്ല, നോ വെറീസ്. നോ വെറീസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ്. ദാറ്റ്സ് ഓക്കെ, നോ വെറീസ്. ഓക്കെ, ദെൻ ഐ ആം സോറി ഐ ആം ലേറ്റ് അല്ലേ, ഐ ആം സോറി ഐ ആം ലേറ്റ്, യു സോറി ഞാൻ ലേറ്റ് ആയി പോയി എന്നുള്ളതാണ്. കൺഗ്രാറ്റുലേഷൻസ് വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻസ് വെൽ ഡൺ എന്ന് പറയുമ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ, കൺഗ്രാറ്റുലേഷൻസ് വെൽ ഡൺ എന്ന് പറയാം. ഓക്കെടാ, സോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സ് നമ്മൾ പഠിച്ചല്ലോ. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഡയലോഗ്സ് ഒന്ന് ക്ലാസ്സിലൊക്കെ പോയി പറയാം, നിങ്ങളെ വീട്ടിലൊക്കെ പറഞ്ഞു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മിസ്സിനോട് പറയാനുള്ള എന്തെങ്കിലും ഒരു കമന്റ്, എന്തെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകൊണ്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഇവിടെ കമന്റ് ആയിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളിപ്പോൾ പഠിച്ചതിൽ മിസ്സിന്റെ അടുത്ത് പറയാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി. ഓക്കെടാ, സോ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണട്ടോ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ. ഓക്കെ, യെസ്. അപ്പം നല്ല കുട്ടികളെ നന്നായിട്ട് പെരുമാറാനൊക്കെ പഠിക്കുക, ആൾക്കാരുടെ അടുത്ത് നല്ല റെസ്പെക്റ്റോട് കൂടിയും അവരെ മനസ്സിലാക്കിയും പെരുമാറാൻ വേണ്ടി പഠിക്കുക. സോറി പറയാനുള്ളടത്ത് സോറി പറയാ, താങ്ക് യു പറയാനുള്ളടത്ത് താങ്ക് യു പറയാ. അപ്രിഷിയേറ്റ് ചെയ്യാൻ, മറ്റൊരാളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനുള്ള സമയത്ത് എന്താ മനസ്സ് തുറന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമക്കൾ നന്നായിട്ട് വളരേണ്ടത്. ഓക്കെടാ, സോ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.